ഹായ്, എൽസവത്താണ്. അപ്പോൾ ഞാനിന്ന് പുതിയൊരു വിഷയമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അതായത് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു ഇൻ്റർവ്യൂവിന് നമുക്ക് ബേസിക്കായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ലൊരു പ്രൊഫൈൽ നമുക്കുണ്ടായിരിക്കണം. മറ്റുള്ളവരിൽ നിന്ന് യുണീക്കായിട്ട് ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്രൊഫൈൽ നമുക്ക് വേണം. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ കോളേജിലോ അതുപോലെ തന്നെ ഒരു കമ്പനിയിലൊക്കെ പോകുമ്പോൾ അവർ നമ്മളെ സെലക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത, ഒരു ചാൻസ് കൂടുന്നത് നമ്മുടെ ആ ഒരു പ്രൊഫൈലിൻ്റെ ബേസിൽ നല്ലൊരു പ്രൊഫൈൽ നമുക്ക് ഉണ്ടാക്കിയിരിക്കണം. വളരെ അവർക്ക് നമ്മുടെ പ്രൊഫൈൽ കാണുമ്പോൾ നമ്മളെ സെലക്ട് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു മെറിറ്റ്സ് മറ്റുള്ളവരിൽ നിന്നും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമതായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പോർട്ട്ഫോളിയോ, അതായത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പോസ്റ്റിലേക്കുള്ള പോർട്ട്ഫോളിയോ അത് കൃത്യമായിരിക്കണം. അതായത് ആ ഒരു പോർട്ട്ഫോളിയോയെക്കുറിച്ച് നമുക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. നമ്മുടെ ജോലി, നമ്മൾ ഏതിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ആ അപ്ലൈ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഒക്കെ നമുക്കൊരു അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കമ്പനിയിലാണെങ്കിലും ആ കമ്പനിയെക്കുറിച്ച്, ആ കമ്പനിയുടെ ചരിത്രം അല്ലെങ്കിൽ അതിൻ്റെ ബേസിക്കായിട്ടുള്ള കുറച്ച് അറിവുകൾ നമ്മൾ സമ്പാദിച്ചിട്ട് മാത്രമേ അങ്ങോട്ടേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇൻ്റർപേഴ്സണൽ സ്കില്ലാണ്. അതായത് ഇൻ്റർപേഴ്സണൽ സ്കില്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം അവിടെ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ ബോർഡുമായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് ഒരു സ്കില്ലുണ്ടായിരിക്കാം. വളരെ എളിമയോടുകൂടി നമുക്കറിയാവുന്ന കാര്യങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി പറയാനായിട്ട് നമുക്ക് സാധിക്കണം. ഏത് വിഷയത്തെക്കുറിച്ചാണോ അല്ലെങ്കിൽ എന്ത് വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് ജോലിക്കാണോ നമ്മൾ പോയിരിക്കുന്നത്, നമുക്ക് നേരത്തെ കുറച്ച് എക്സ്പീരിയൻസ് കാണും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് കുറച്ച് എക്സ്പീരിയൻസ് നമുക്ക് കാണും. അപ്പോൾ ആ ഒരു കാര്യവുമായിട്ട് നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് എന്ത് കാര്യം ചോദിച്ചാലും വളരെ വിനീതമായിട്ട് വളരെ കോൺഫിഡൻസോടുകൂടി ആ ഒരു കാര്യത്തെക്കുറിച്ച് അവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്കില്ലുണ്ടായിരിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂവിന് പോകുന്ന ദിവസത്തിന് കുറച്ച് മുമ്പ് 2 ദിവസം മുമ്പൊക്കെ ആയിട്ട് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ മുൻപിൽ ഇൻ്റർവ്യൂ ബോർഡ് ഇരിക്കുന്നു, നമ്മൾ ഇൻ്റർവ്യൂവിനാണ് എന്നുള്ള രീതിയിൽ നമ്മൾ വീട്ടിലിരുന്ന് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ മുമ്പിലെത്തുമ്പോഴുള്ള ആ പേടിയും ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ മാറി നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇൻ്റർപേഴ്സണൽ സ്കില്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇമോഷണൽ ആയിട്ടുള്ള ഇൻ്റലിജൻസ്, അതായത് ഇപ്പം ഏതൊരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിലെത്തുമ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ചോദിക്കാം, ഇതുവരെ എന്തുകൊണ്ടാണ് ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാതിരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാതിരുന്നത്, നിങ്ങൾക്ക് ഈ നിലയിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ട്, കരിയറിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ പ്ലാനിങ് ഇല്ലേ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെയൊക്കെ നമുക്ക് ഫേസ് ചെയ്യുന്നത് വളരെ നെഗറ്റീവായ രീതിയിലാണ് നമ്മളതിന് മറുപടി കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറയുകയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ പോസിറ്റീവായ രീതിയിൽ വളരെ ആലോചിച്ച് ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്ക് ഉണ്ടായിരിക്കണം ഏത് സ്ഥാപനത്തിലായാലും. അപ്പോൾ അതിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ വളരെ ഇൻ്റലിജൻ്റായിട്ട് വളരെ ആലോചിച്ച് പക്വതയോടുകൂടി നമ്മൾ അവരുദ്ദേശിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് മറുപടി കൊടുക്കാനായിട്ട് സാധിച്ചാൽ നമ്മൾ വിജയിച്ചു. അപ്പോൾ എല്ലാവർക്കും ഫ്യൂച്ചറിൽ നല്ല ജോലികൾ സമ്പാദിക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ കിട്ടുന്ന വീഡിയോസ് കാണുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.